നമസ്കാരം, വിനിയാസ് ഫീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 2-3 തണ്ട് ആര്യവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആര്യവേപ്പില ഇതുപോലെ ഇങ്ങനെ ഇലയൊക്കെ ഒന്ന് ഊരി ഇട്ട് കൊടുക്കാവേ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കറുവാപ്പട്ടയാണ്. അപ്പോൾ ഒരു 3 കറുവാപ്പട്ട ഈ ഒരു വലുപ്പത്തിലുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 6-7 ഗ്രാമ്പുവാണേ. ഗ്രാമ്പും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇതുപോലൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടെ എടുക്കണം. അപ്പം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു അത്ഭുത വൃക്ഷമായ ആര്യവേപ്പിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്കിത് നൽകുന്നുണ്ട് അല്ലേ. ഫംഗസ്, വൈറസ്, ബാക്ടീരിയ എന്നിവയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണിത്. അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാനായിട്ടും രക്തശുദ്ധിക്കും, അതായത് ശ്വാസത്തിലെ ദുർഗന്ധം, പല്ലിനുണ്ടാകുന്ന കേട്, ബ്ലീഡിങ്, എന്തിനേറെ പറയുന്നു ദഹനത്തിനും അതുപോലെ തന്നെ ആസിഡിറ്റിക്കും ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനുള്ള കഴിവുകളുള്ള ആര്യവേപ്പിൻ്റെ ഇലയാണിത് കേട്ടോ. ഇതുപോലെ തിളച്ച് വന്നു കഴിയുമ്പം ഈ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ആകും. അപ്പം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കൂടെ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തണുത്ത് വന്നതാണേ. നോക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിലോട്ട് കർപ്പൂരം ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ 2 കർപ്പൂരമാണ്. അതിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ടൂടെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ കർപ്പൂരം ചേർക്കുന്നതിന് ഒപ്പം തന്നെ ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിത് അരിച്ചെടുക്കണം. കാരണം കർപ്പൂരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്തത് ഞാനിതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്തിനാണെന്നുകൂടി പറയാം കേട്ടോ. ഈ വെള്ളം ഇപ്പം ഞാൻ 2 ഭാഗമായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഒന്ന് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി ഇനി ബാക്കിയുള്ള വെള്ളത്തിലോട്ട് ഞാൻ ഇതുപോലെ 2-3 ഡ്രോപ്പ് ഷാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷാമ്പു ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവേ. അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നല്ല ഒരു എന്താ പറയുക ക്ലീനിങ് സൊല്യൂഷനാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ഒരു ശല്യം ഉണ്ടാവത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ ആര്യവേപ്പിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി നമ്മൾ ആര്യവേപ്പിൻ്റെ സത്തൊക്കെ അടങ്ങിയ ഒരുപാട് ക്ലീനിങ് സൊല്യൂഷനൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അല്ലേ. അപ്പം നല്ല ഒരു അണുനാശിനിയാണ്. അതുകൊണ്ടാണ്. അപ്പം നമുക്കിത് വീട്ടിൽ സിമ്പിളായിട്ടിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ സ്ഥലവും ഇങ്ങനെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വല്ലതും മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ക്ലീനിങ് സൊല്യൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്ന ഒരു വൈപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ സോക്സ് എടുക്കുക കേട്ടോ. നല്ലതൊന്നും വേണമെന്നില്ല, നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന സോക്സ് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വൈപ്പറിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പ്രേ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നനയണം. ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ മുക്കിലും മൂലയിലും ഒക്കെ മുകൾ ഭാഗത്തൊക്കെ മാറാല ഉണ്ടാവുമല്ലോ, നമ്മൾ ചുക്കിരി എന്നൊക്കെ പറയും. അപ്പം ഈ മാറാല ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറാല ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഉള്ളതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തുടച്ച് മാറ്റാനും പറ്റും. ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ മാറാല ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പോലും കൂടി നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ 1 വർഷത്തേന് മാറാല ഉണ്ടാകത്തേ ഇല്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലായിടത്തും നിങ്ങളുടെ എല്ലാ റൂമുകളിലും ഇതുപോലൊന്ന് ചെയ്യുക കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു വൈപ്പറിൽ നമ്മൾ ഈ സോക്സ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് കൈ എത്തത്തില്ലെങ്കിൽ പോലും കൂടി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഇങ്ങനെ ചെയ്ത് നോക്കുക. ഒരിക്കലും നമ്മുടെ വീട് മാറാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയാക്കരുത്. അതത്ര നല്ലതല്ല. ടിപ്പ് നമ്പർ 2. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് എള്ള് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാവേ. അപ്പം ഇതുപോലെ ചൂടിൽ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഇതേണ്ട ഞാൻ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഒന്നും വേണ്ട, നമ്മൾ കുറച്ച് എള്ളല്ലേ എടുത്തുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ചൊന്നൊരു പകുതിയും വേണ്ട, ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ ഒന്ന് ചീവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ പാനിയാക്കി ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് എല്ലാം മുഴുവനായിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഒരു പരുവത്തിന് വന്നു കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും കൂടെ പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു എള്ളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒത്തിരി തണുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക്, അതായത് നമ്മുടെ കൈ കൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ആ ഒരു ചൂട് ആകുമ്പം ഇത് നമുക്ക് ഉണ്ട പിടിച്ചിട്ട് എടുക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന സിമ്പിളായിട്ടിട്ടൊരു എള്ളുണ്ടയാണ്. എള്ളുണ്ട ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താനും എല്ലുകൾക്ക് ബലം നൽകാനും ചർമ്മത്തെയും മുടിയെയും സംരക്ഷിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പ്രമേഹം തടയാനും വിളർച്ച തടയാനും ഒക്കെ എള്ളുണ്ട ഒത്തിരി നല്ലതാണ്. ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ടിട്ട് എള്ളുണ്ട ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ദിവസം ഓരോ എള്ളുണ്ട കഴിക്കുന്നത് തന്നെ നമുക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് വീട്ടിൽ ഇങ്ങനെ ഒന്ന് എള്ളുണ്ട ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ദിവസവും കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ചൂട് കറക്റ്റായിട്ട് ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ എള്ളുണ്ട ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ വീട്ടിൽ എള്ളുണ്ടെങ്കിൽ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 3, സ്കൂൾ തുറന്നില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുടിയിലിടുന്ന ഇതേപോലത്തെ ബുഷൊക്കെ കറക്റ്റായിട്ട് തന്നെ അമ്മമാർ ക്ലീൻ ചെയ്തിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പേൻശല്യം ഉണ്ടാകും, അതുപോലെ താരൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പല കുഞ്ഞുങ്ങളല്ലേ സ്കൂളിൽ ഇരിക്കുന്നത്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പേനും ഈരും ഒക്കെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ അവസാനം തീരും. അതുകൊണ്ട് തന്നെ ഈ ബുഷൊക്കെ നന്നായിട്ട് നമ്മൾ അണുവിമുക്തമാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഞാൻ ചെയ്യാറുള്ള ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് ബുഷ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഷാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഷാമ്പു ഇല്ലെങ്കിൽ ഏതെങ്കിലും സോപ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതേ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ കണ്ടോ വിനാഗിരി ഒഴിച്ചപ്പോഴേക്കും. അതിനുശേഷം നമുക്ക് ഇനി ഇതിലോട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ തിളച്ച് നിൽക്കുന്ന വെള്ളം ഒഴിക്കണമെന്നില്ല, എന്നാൽ അത്യാവശ്യം നല്ല ചൂട് വേണം. ഇങ്ങനെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം സോക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അഴുക്കും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ അതൊക്കെ ഇളകി വന്നോളും. അതുപോലെ തന്നെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡയും ചൂടുവെള്ളവും ഒക്കെ ചേർന്നേക്കുന്നതുകൊണ്ട് അതൊക്കെ നശിച്ചു പോകും കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടി കഴുകി, അതുണ്ടോ നോക്കിയേ എന്ത് ചെളിയാന്ന് നോക്കിയേ, അതിൽ എന്തോരം അഴുക്കുണ്ടായിരുന്നു നോക്കിയേ. അപ്പം ഇതുപോലെ നമുക്കിനി കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒലച്ച് പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിലിടുന്ന ബുഷൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ അണുവിമുക്തമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിക്ക് തന്നെ ഒന്ന് ചെയ്തു നോക്കണേ. ടിപ്പ് നമ്പർ 4, ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, സാദാ പച്ചവെള്ളമാണ്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ സ്ഥാനത്ത് വിനാഗിരി എടുക്കാം, ഉപ്പെടുക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. ഞാനിവിടെ ബേക്കിംഗ് സോഡ എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് പത്രപ്പേപ്പർ എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ പിച്ച് കീറി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേപ്പർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മുക്കി ഒന്ന് അതിലെ ആ ഒരു വെള്ളം ഒന്ന് പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സ്ഥിതി ഏകദേശം ഇതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കി എടുക്കണമെങ്കിൽ നല്ലൊരു പാട് തന്നെയാണ്. ഇതിൽ എണ്ണയും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും എല്ലാം വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഉരച്ച് കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് തുടച്ച് മാറ്റുക. അഴുക്കെല്ലാം ആദ്യം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ കുറച്ച് പേപ്പർ എടുത്തിട്ട് ഈ വെള്ളത്തിൽ മുക്കി ഒന്നിങ്ങനെ ഉരച്ച് കൊടുത്തൊന്ന് എല്ലായിടത്തും ഒന്ന് ഉരച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റൊരു പേപ്പറും കൂടെ എടുത്തിട്ട് ഇതുപോലൊന്ന് തുടച്ച് മാറ്റുകയാണെങ്കിൽ നോക്കിക്കേ നല്ല സിമ്പിളായിട്ടിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് നമുക്ക് അനായാസം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 5, ഞാനിവിടെ ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ തീപ്പെട്ടി നമ്മൾ എത്ര ഉരച്ചാലും കത്തിക്കിട്ടത്തില്ല, തണുത്തിങ്ങനെ ഇരിക്കും. അപ്പം നമ്മുടെ തീപ്പെട്ടി ഒരുപാട് ഉരച്ച് ചിലപ്പം തീപ്പെട്ടിക്കൊള്ളിയെല്ലാം ഒടിഞ്ഞു പോകുമെന്നല്ലാതെ അത് കറക്റ്റായിട്ട് കത്തി കിട്ടത്തില്ലല്ലോ. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ അതൊരു വലിയൊരു പ്രയാസം തന്നെയാണ്. അപ്പം നമുക്ക് ഇതുപോലെ തീപ്പെട്ടിക്ക് ഉള്ളിലേക്ക് കുറച്ച് അരിമണികൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തീപ്പെട്ടി തണുത്ത് പോകത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. അടുത്ത ടിപ്പും തീപ്പെട്ടി വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെയും പാറ്റകളെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ടിപ്പാണ്, അതും ഈ തീപ്പെട്ടി വെച്ചിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് തീപ്പെട്ടി കൊള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീപ്പെട്ടി കൊള്ളിയുടെ എല്ലാം മരുന്നുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മരുന്നിരിക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ എല്ലാ തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്നും നമുക്ക് ആ ഒരു മരുന്നൊന്ന് വേർപെടുത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു പോരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു കർപ്പൂരം ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഒപ്പം തന്നെ ഞാനിനി കടുകെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ കടുകെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കടുകെണ്ണയുടെ സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ തീപ്പെട്ടിക്കുള്ളിയുടെ ആ ഒരു മരുന്നിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടെ കൂടിയിട്ട് കഠിനമായിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതുപോലെ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് പിച്ചി കീറുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ എടുത്താലും മതി. എന്നിട്ട് നമ്മളിതുപോലെ ഇതിനകത്തൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മുക്കി ഒന്ന് പിഴിഞ്ഞ് ഇതുപോലെ ബോൾ പോലെ ഒന്ന് ഉരുട്ടി ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് പല്ലിയെ തുരത്താനും പാറ്റയെ തുരത്താനും അത്യുത്തമമാണ്. നമ്മൾ ഒത്തിരി കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മളിനി ഇത് നമ്മൾ പല്ലിയൊക്കെ സാധാരണ വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചാൽ പിന്നെ പല്ലി ആ വഴിക്ക് വരത്തേയില്ല. അപ്പോൾ ഇതുപോലെ പല്ലി ധാരാളമുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു ബോൾ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പല്ലിയെയും പാറ്റയും ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റും കേട്ടോ. വളരെ എന്താ പറയുക സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇത് നല്ല പവർഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.